നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ തുറന്ന മാലിന്യക്കുഴിയിൽ വീണ് 3 വയസ്സുകാരന് ദാരുണാന്ത്യം. രാജസ്ഥാൻ സ്വദേശികളുടെ മകൻ റിധാനാണ് മരിച്ചത്. ആഭ്യന്തര ടെർമിനലിന് സമീപമാണ് അപകടമുണ്ടായത്. വിവരങ്ങളുമായി രേണുക രാജേന്ദ്രൻ ചേരുന്നുണ്ട്. രേണുക, എപ്പോഴായിരുന്നു അപകടം? വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഏകദേശം ഉച്ചയ്ക്ക് 12:30-ഓടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് എതിർവശത്തുള്ള ഒരു കഫറ്റീരിയയിലാണ് ഈ ഒരു കഫറ്റീരിയയുടെ മുൻവശത്തുള്ള ഒരു മാലിന്യ ഓടയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ ഓടയുടെ ഒരു നിർമ്മാണ രീതി നോക്കുകയാണെങ്കിൽ ഒരു വശത്ത് ഒരു കെട്ടിടം ആരംഭിക്കുകയും മറ്റു 3 വശങ്ങൾ തുറസായി കിടക്കുകയാണ്. ബൊഹൈൻവില്ലയുള്ള ഒരു പൂന്തോട്ടമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കുട്ടിയും കുട്ടിയുടെ കൂടെയുള്ള മുതിർന്ന കുട്ടിയും ഉണ്ടായിരുന്നു. ഇവർ 4 പേരാണ് രാജസ്ഥാനിൽ നിന്നും ഉച്ചയ്ക്ക് 12 മണിക്ക് നെടുമ്പാശ്ശേരിയിൽ എത്തിയെന്ന് വേണം മനസ്സിലാക്കാൻ. ജയ്പൂരിലുള്ള ഒരു ജയ്പൂരിൽ നിന്നും നെടുമ്പാശ്ശേരിയിലേക്ക് ഇവർ എത്തിയതാണ്. വിദേശ സഞ്ചാരികൾ എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവർ അവിടെ എത്തുകയും അതോടൊപ്പം തന്നെ ആ കഫറ്റീരിയയിൽ കയറി ഭക്ഷണം കഴിക്കാൻ കയറിയ സമയത്ത് മാതാപിതാക്കൾ ഇരുവരും ഭക്ഷണം കഴിക്കാൻ കയറിയിരിക്കുകയായിരുന്നു. 2 കുട്ടികൾ ഉണ്ടായിരുന്നു. ഇവർ ഈ മുൻവശത്തേക്ക് ഈ ഗാർഡന്റെ ഏരിയയിൽ വന്ന് കളിക്കുകയായിരുന്നു. ഈ ഒരു സമയത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. മാലിന്യക്കുഴി 4.5 അടി ആഴമുള്ള ഒരു കുഴിയാണ്. നല്ല കട്ടിയുള്ള ഒരു ദ്രാവകത്തിലാണ് ഈ മാലിന്യം കലങ്ങിക്കിടന്നത്. ഈ കുട്ടി, ഈ 3 വയസ്സുകാരനായ റിദാൻ ഈ കുഴിയിലേക്ക് വീഴുകയും അതോടൊപ്പം തന്നെ കൂടെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയുടെ സഹോദരിയാണോ സഹോദരനാണോ എന്നൊരു കാര്യത്തിൽ വ്യക്തത വന്നില്ല. പെട്ടെന്ന് നോക്കിയപ്പോൾ അനുജനെ കാണാനില്ല എന്നാണ് പറഞ്ഞത്. ഇതിനെ തുടർന്ന് അമ്മയും അച്ഛനും എല്ലാവരും സമീപത്തെല്ലാം അന്വേഷിച്ചിട്ടും ഈ കുഴിയിലേക്ക് ആരുടെയും ശ്രദ്ധ പോയില്ല. കാരണം അതൊരു കുഞ്ഞു ഓട എന്നാണ് എല്ലാവരും കരുതിയത്. തുറസായി കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് നിലവിൽ അടയ്ക്കുന്ന ഒരു സാഹചര്യമില്ലായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ആ കുട്ടി അതിലേക്ക് വീഴുന്നത്. കളിക്കുന്നതിനിടയിൽ കാൽ വഴുതി വീണതാവാം എന്നതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഒരു പ്രാഥമിക നിഗമനം. അതോടൊപ്പം തന്നെ കുട്ടിയെ ഗാർഡന്റെ സമീപമാണ്, തുറസായി കിടക്കുന്ന ഒരു സമീപമാണ്, ബൊഹൈൻവില്ലകളുടെ സമീപം. സ്വാഭാവികമായിട്ടും കുട്ടികൾ ഈ ഒരു തുറസായ സ്ഥലം കാണുമ്പോൾ ഓടി കളിക്കാനുള്ള ഒരു പ്രവണത കാണിക്കും. ഈ ഒരു സാഹചര്യത്തിൽ കുട്ടി അവിടെ കളിക്കുകയും തറയിൽ വീഴുകയും ഉണ്ടായിരുന്നു. വീണ് മണിക്കൂറോളം അല്ലെങ്കിൽ ഒരു അരമണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ മാതാപിതാക്കൾ കുട്ടിയെ അന്വേഷിക്കുന്നതും സമീപത്തെല്ലാം തപ്പിയിട്ട് കാണുന്നില്ല. ഒരു സംശയത്തിന്റെ ആസ്പദമായി ഇവർ ആ ഓടയിലേക്ക് നോക്കി കുട്ടി ഓടയിൽ കിടക്കുന്നതായി കണ്ടത്. അപ്പോഴേ എടുത്ത് രക്ഷപ്പെടുത്താൻ നോക്കിയിട്ടും കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. മൂക്കിലും വായിലൂടെയും കുട്ടിക്ക് ഒരു പ്രാഥമിക ചികിത്സ കൊടുക്കുന്ന സമയത്ത് പോലും മൂക്കിലൂടെയും വായിലൂടെയും കുട്ടി ദ്രാവക രീതിയിൽ മാലിന്യം തന്നെ തുപ്പുകയായിരുന്നു എന്ന് വേണം പറയാൻ. വളരെ ദാരുണമായ ഒരു സംഭവമാണ്. കേരളത്തിൽ മറ്റു വിദേശികൾ എത്തുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിന്റെ ഒരു അനാസ്ഥ അല്ലെങ്കിൽ കേരളം കാണിച്ചൊരു വീഴ്ച എന്ന് വേണം പറയാൻ ഈ ഒരു സംഭവത്തിൽ.